വിശാഖപട്ടണം നിന്ന് കണ്ടെത്തിയ 13 വയസ്സുകാരിയെ നാളെ കേരളത്തിലെത്തിക്കുമെന്ന് വാർത്ത അറിയുന്നു. വനിതാ എസ്.സിയുടെ നേതൃത്വത്തിലുള്ള ഒരു 4-അംഗ സംഘം കേരളത്തിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് യാത്ര തിരിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും സംഘത്തിന് ഒപ്പമുണ്ട്. ഇപ്പോൾ വിശാഖപട്ടണം നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ നമ്മുടെ പ്രതിനിധി തത്സമയം ചേരുകയാണ്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. ശരിക്കും വിശാഖപട്ടണം എന്നും മലയാളിയുടെ ഓർമ്മയിലുണ്ടാകും. കാര്യം അവിടെ വെച്ചിട്ടാണ് വലിയൊരു അപകടത്തിൽ നിന്ന്, ഒരു ദുരന്ത മുഖത്ത് നിന്ന് ആ പെൺകുട്ടിയെ മലയാളികൾ രക്ഷിച്ചെടുത്തത്. പറയൂ. തീർച്ചയായും എസ് കെ, ഞാനിപ്പോൾ വിശാഖപട്ടണത്ത് വന്നിറങ്ങി. ഇവിടെ നിന്നിപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓഫീസിലേക്കുള്ള യാത്രാമധ്യയാണ്. അവിടെയാണ് പെൺകുട്ടിയെ ഇപ്പോൾ സുരക്ഷിതമായി പാർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നേരിട്ടിപ്പോൾ നേരെ പോയി പെൺകുട്ടിയെ കാണാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അതിനുള്ള സൗകര്യം നമുക്ക് നോക്കേണ്ടതുണ്ട്. ഏതായാലും പോകുന്ന വഴിക്ക് ഞാനിപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരിടത്ത് എത്തിയിട്ടുണ്ട്. ഇത് വിശാഖപട്ടണത്തെ കേരള കലാസമിതി ആസ്ഥാനത്താണ്. ഇവിടെ ഒരു വലിയ ഹാളും അങ്ങനെ മലയാളികളുടെ ഒരു സജീവമായ സാന്നിധ്യമുണ്ട്. ഇങ്ങനെയുള്ള സജീവമായി നിൽക്കുന്ന മലയാളികളാണ് കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടി നമ്മളെയൊക്കെ തന്നെ സഹായിക്കുകയും ചെയ്തത്. ഇതിൻ്റെ പ്രതിനിധികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇതിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ. ഉണ്ണിത്താൻ ചേട്ടാ, വലിയ അഭിമാനം തോന്നുന്നുണ്ടാവും അല്ലേ ഇന്നിപ്പോൾ? തീർച്ചയായിട്ടും. കാരണം കേരളവും ലോകവും ഒരുമിച്ച് ഒരു കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമാക്കാനും അതിന് ഒരു ഉപകരണമായി തീരാനും ഞങ്ങൾക്ക് സാധിച്ചു എന്ന് പറയാൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന വിഷയം തന്നെയാണ്. നിങ്ങൾ 8 പേരായിരുന്നു അല്ലേ ഇന്നലെ ഉണ്ടായിരുന്നത്? ഞങ്ങൾ രാത്രിയിലാണ് വിവരം അറിയുന്നത്. ഉടൻ തന്നെ കിട്ടാവുന്നവരെല്ലാം വിളിച്ചുകൂട്ടി ഒരു പ്രയത്നം ചെയ്തു. ആ പ്രയത്നം തീർച്ചയായിട്ടും ഞങ്ങൾ ലക്ഷ്യത്തിലെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. തിരിക്കുമ്പോൾ തോന്നി ഇത് ഇത്ര വലിയ സംഭവമാകുമ്പോൾ ഞങ്ങൾ കണ്ടെത്താൻ പോവുകയാണെന്ന്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷയുടല്ല. എല്ലാത്തിനും ശുഭപ്രതീക്ഷയാണല്ലോ നല്ലത്. ആ ശുഭപ്രതീക്ഷയോടെ പോയി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എല്ലാം നമ്മുടെ ഈ മലയാളികൾ വലിയ സജീവമായിട്ടുള്ളൊരു സ്ഥലമാണ് അല്ലേ വിശാഖപട്ടണം? അതെ. വിശാഖപട്ടണം എന്ന് പറയുന്നത് ഇതിനു മുന്നേയും പല കാര്യങ്ങളിലും നമ്മൾ ഹുദൂദ് വന്നപ്പോഴാണെങ്കിലും കോവിഡ് ടൈമിലാണെങ്കിലും ഒക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച ഒരു സ്ഥാപനമാണ് കേരള കലാസമിതി എന്ന് പറയുന്നത്. മലയാളികൾക്ക് എന്നും താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓഫീസിലാണ്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ എത്ര ദൂരം ബാക്കി? 15 കിലോമീറ്റർ ആണ് ഇവിടുന്ന്. 15 കിലോമീറ്റർ. അതെ. ഇന്നിപ്പോൾ കാണാനുള്ള സൗകര്യം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും നമുക്ക് അവർ പ്രസിഡന്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പുള്ളി അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന വിചാരിക്കുന്നു. ഓക്കെ. ഏതായാലും ഞാൻ ഈ സമിതി ആസ്ഥാനമൊക്കെ ഒന്ന് കാണിച്ചതാണ്. വല്ലപ്പോഴുമാണ് ഇതുപോലെ ഇവിടെ വരാനുള്ള അവസരം കിട്ടുന്നത്. വലിയ സജീവമായി സാംസ്കാരിക പ്രവർത്തനം, അതുപോലെ തന്നെ ഈ സാമൂഹികപരമായിട്ടുള്ള ഇടപെടലുകളും കാര്യമായി നടത്തുന്ന ഒരു സമാജം. അതിൻ്റെ അർത്ഥപൂർണമായ ഒരു അധ്യായമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടത്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം ഇങ്ങോട്ടുള്ള യാത്ര തിരിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 6 മണിയോടെ അവർ വിജയവാഡയിലേക്കാണ് റെയിൽ മാർഗം എത്തുന്നത് എന്നതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് റോഡ് മാർഗം ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും പിന്നെയും ഒരു 6 മണിക്കൂർ സമയമെടുക്കും. അങ്ങനെയെങ്കിൽ ഉച്ചയോടെ ഈ സംഘം ഇവിടെ എത്തും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കേരളത്തിൻ്റെ പ്രതിനിധികളും ഇതിൽ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും പിന്നീട് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാളെ ഇവിടെ നിന്ന് കുട്ടിയുമായി മടങ്ങുക. ഏതായാലും ഇന്നിപ്പോൾ കുട്ടി വളരെ സുരക്ഷിതമായി തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം മലയാളികൾ കണ്ടെത്തി 24-ൻ്റെ കൂടി ഇടപെടൽ അതിൽ കാര്യമായി ഉണ്ടായി. അങ്ങനെ ആ കുട്ടിയെ കണ്ടെത്തി പിന്നീട് RPF-നെ ഏൽപ്പിക്കുന്നു. അവിടെ നിന്നാണ് രാത്രിയോടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടിയെ സ്വീകരിച്ച് ഏറ്റെടുത്ത് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. ഈ കുട്ടിയെ കണ്ടെടുത്ത സമയത്ത് കുട്ടി ഭക്ഷണമൊക്കെ ചോദിച്ചു അല്ലേ? ഒരു ബിരിയാണി വേണമെന്നൊക്കെ ചോദിച്ചു അല്ലേ? ഇല്ല, അത് പറയുന്നത് ശരിയല്ല. കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടുമ്പോൾ കുട്ടി പൂർണ്ണമായും ഒരു എനർജറ്റിക് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ബോധത്തോടു കൂടി പൂർണ്ണമായി നിൽക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലൊന്നുമല്ല. കുട്ടി ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴും കുട്ടി സുരക്ഷിതയാണോ എന്ന് കുട്ടിക്ക് തന്നെ സംശയം ഉണ്ടായിരുന്ന ഒരു അമ്പരപ്പിലായിരുന്നു. തീർച്ചയായിട്ടും ആവശ്യമായിരുന്നു. പിന്നെ ഉറക്കച്ചടം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഉറക്കത്തിൽ നിന്നാണ് എണീപ്പിച്ചത്. ഒരു 13 കിടക്കുമായിരുന്നു. അതെ, മറിഞ്ഞു കിടക്കാൻ നമുക്ക് ഫേസ് കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ആ കുട്ടി തീർച്ചയായിട്ടും ഞങ്ങളുടെ കയ്യിൽ പോലും എങ്ങനെ എത്തപ്പെടുമ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഒരു സുരക്ഷിതമാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെയിൽവേ പോലീസിൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി. ഇൻസിഡൻ്റലി എനിക്കൊന്ന് മാതൃഭൂമി ചാനലിലെ ലൈവിൽ വന്നു. കുട്ടിയുടെ അച്ഛനും അമ്മയുമായിട്ട് കുട്ടി സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ആഹാരമൊക്കെ പ്രൊവൈഡ് ചെയ്ത്. അതിനു മുമ്പ് തന്നെ വെള്ളമൊക്കെ കൊടുത്തെങ്കിലും താൽക്കാലികമായിട്ടൊന്ന് കുടിച്ചു എന്നുള്ളത് കവിഞ്ഞ് മറ്റു കാര്യങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുക 50 രൂപയും കൊണ്ട് ഇറങ്ങുന്ന ഒരു കുട്ടി ആരും ഇല്ലാതെ പോകുമ്പോൾ എന്താ ആഹാരം കഴിക്കാൻ? വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞ് 50 രൂപയുമായിട്ട് ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ്. അത്രയും നമുക്കറിയത്തുള്ളൂ. ഏതായാലും സുരക്ഷിതയാണ് കുട്ടി. ഇനി കേരളത്തിലേക്കുള്ള യാത്ര കേരളം കാത്തിരിക്കുന്നു. കാരണം അത്രയധികം ഇന്നലത്തെ ഒരു ദിവസം ആകെ കേരളം ചർച്ച ചെയ്ത ഒരു കുട്ടിയാണ്. അതിൻ്റെ മടങ്ങിവരവ് സ്വാഭാവിക അത്രത്തിൽ പ്രാധാന്യവുമുണ്ട്. ആളുകൾ അത്രയും ശ്രദ്ധിക്കുന്നുണ്ട്. ജീവനോടെ കുട്ടിക്ക് മറ്റൊരു പരിക്കും പറ്റാതെ മറ്റൊരു അപകടത്തിലും കുട്ടി ചെന്നുപെടാതെ തിരിച്ചെത്താൻ വേണ്ടി കേരളം ഒന്നാകെ കാത്തിരുന്നു. ഒരുപക്ഷെ നമ്മൾ ശിരൂരിലെ അർജുൻ ദൗത്യമൊക്കെ കണ്ടതുപോലെ കേരളം ഒരേ മനസ്സോടെ പ്രാർത്ഥനകളോടെ കാത്തിരുന്നതാണ് ആ കുഞ്ഞിനു വേണ്ടി. അവളെ സുരക്ഷിതയെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. മലയാളികളുടെ ഒരു കൂട്ടായ്മ ലോകത്തെവിടെ ചെന്നാൽ
കാരണവശാലും മലയാളികൾ ഇതുപോലെ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച കാണാറുണ്ട്. അത് പല അനുഭവങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ ഒരു അനുഭവമായി വിശാഖപട്ടണത്തെ കാഴ്ച മാറുകയാണ്. ഇനി കുട്ടിയുടെ മടങ്ങിവരവിനെ കാത്തിരിക്കുന്നു. നാളെ ഏതാണ്ട് ഉച്ചയോടെ 12 മണിക്ക് ശേഷമായിരിക്കും കേരളത്തിൽ നിന്നുള്ള സംഘം ഇങ്ങോട്ട് എത്തുക. അതിനുശേഷം അതിവേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുട്ടിയെ തിരികെ കേരളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. SKN. ഓക്കെ, താങ്ക് യു. ശ്രീനാഥ് ചന്ദ്രനാണ് വിശാഖപട്ടണത്തു നിന്നും തത്സമയം ചേർന്ന് നമ്മുടെ വാർത്താ സംഘം. 2 സംഘങ്ങൾ വാർത്താ സംഘങ്ങൾ 24-ൽ നിന്ന് ഇപ്പോൾ വിശാഖപട്ടണത്തുണ്ട്. അരുൺ പൂപ്പറമ്പയും അതുപോലെ ശ്രീനാഥ് ചന്ദ്രൻ്റെ നേതൃത്വമുള്ള 2 വാർത്താ സംഘങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരെ അറിയിക്കും. എന്തായാലും നമുക്ക് അഭിമാനമുള്ള നിമിഷം തന്നെയാണ്. എല്ലാ മലയാളികൾക്കും സന്തോഷമുള്ളൊരു വാർത്ത തന്നെയായിരുന്നു ഇന്നലെ രാത്രി 24 പുറത്തുവിട്ടത്. 13 വയസ്സുകാരിയെ വളരെ മണിക്കൂറുകൾ നീണ്ടുപോയി ഉത്കണ്ഠയ്ക്ക് ശേഷം കണ്ടെത്തി എന്നുള്ള വാർത്ത.